ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓഷ്യാനോഗ്രഫിയാണ്. അപ്പോൾ എല്ലാവർക്കും ഡയമണ്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓഡിയോ ബുക്ക് സീരീസ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സമുദ്രങ്ങളും സമുദ്രചലനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്നത്തെ ഈ ഒരു ഓഡിയോ സെഷൻ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അഥവാ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു തീർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് മഹാസമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ വിസ്തൃതിയിൽ ജലഭാഗം 71% നമ്മുടെ എന്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാസമുദ്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഭൂഗോളത്തിന്റെ വിസ്തൃതിയിൽ 71% മഹാസമുദ്രങ്ങളാണ്. അപ്പൊ കരഭാഗം എത്രയാണ്? ബാക്കിയുള്ള 29% നമ്മുടെ കരഭാഗമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? ഭൂഗോളത്തിന്റെ 71% സമുദ്രങ്ങളാണ്, ബാക്കിയുള്ള 29% കരഭാഗമായിട്ടുള്ളത്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടത് ഉൾക്കടലാണ്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനെ നമ്മൾ എന്തെന്ന് പറയും? ഉൾക്കടൽ എന്ന് പറയും. ഓക്കെ, 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ പറയുന്ന പേരാണ് കടലിടുക്ക്. എന്താണ്? 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ പറയുന്ന പേര് കടലിടുക്ക് എന്നതാണ്. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയും? കടൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഭൂഗോളത്തിന്റെ 71% എന്താണ്? 71% കടലാണ്. ഓക്കെ, അപ്പം ജലഭാഗമാണ്. ബാക്കിയുള്ള 29% എന്തായിട്ടുള്ളത്? ബാക്കിയുള്ള 29% കരഭാഗമായിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഉൾക്കടൽ എന്താണ്? 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് നമ്മൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗത്തെ പറയുന്ന പേരെന്താണ്? അത് കടലിടുക്ക്. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്ത്യയിലും കടലുണ്ട് അല്ലെ? ഇന്ത്യയിലുള്ള കടൽ ഏതാണ്? നമ്മൾ മൊത്തത്തിൽ ഇന്ത്യൻ ഉൾക്കടൽ എന്ന് പറയും. അപ്പൊ ഇന്ത്യയുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് മൊത്തം കടലാണല്ലേ? 3 സൈഡും ഇന്ത്യയെ എന്താണ്? കടലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ദ്വീപ് എന്ന് പറയാൻ പറ്റുമോ? 4 സൈഡും കരയാൽ ചുറ്റപ്പെട്ടത് ദ്വീപാണ്. പക്ഷെ ഇന്ത്യയുടെ 3 സൈഡാണ് കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? അത് ഉപദ്വീപാണ് കേട്ടോ. ഇന്ത്യൻ ഉപദ്വീപാണ്. ഓക്കെ, അപ്പൊ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അറബിക്കടൽ എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അഗാധവും വിസ്തൃതവുമായ ജലസഞ്ചയത്തെയാണ് നമ്മൾ സമുദ്രം എന്ന് പറയുന്നത്. ഭൂഗോളത്തിന്റെ ഉപരിതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അഗാധവും വിസ്തൃതവുമായ ജലസഞ്ചയത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സമുദ്രം. ഓക്കെ അല്ലേ? അപ്പൊ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രഫി. നമ്മൾ അതാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത് അല്ലേ? അപ്പൊ ഓഷ്യാനോഗ്രഫി എന്താണ്? സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി. ലോക സമുദ്ര ദിനം എന്നാണ്. ലോക സമുദ്ര ദിനം ജൂൺ 8. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8 ആണ്. ഓക്കെ, അപ്പൊ UN സമുദ്ര വർഷമായിട്ട് ആചരിച്ചേക്കുന്ന എന്നാണ്? അത് 1998 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി. സമുദ്രങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഓഷ്യാനോഗ്രഫി. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8. ജൂൺ 8 ആണ് ലോക സമുദ്ര ദിനം. UN സമുദ്ര വർഷം എന്നാണ്? 1998. 2ന്റെ അറ്റത്ത് എന്തുണ്ട്? 8 ഉണ്ട്. ഓക്കെ, ജൂൺ 8 1998. ഓക്കെ, ജൂൺ 8 സമുദ്ര ദിനമാണ്. UN സമുദ്ര വർഷം 1998 ആണ്. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏതാണ്? സമുദ്രത്തിന്റെ അടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മാലിദ്വീപാണ്. ഓക്കെ, ഏതാണ്? മാലിദ്വീപാണ്. ഇനി ഏറ്റവും വലിയ ഗൾഫ് ഏതാണ്? ഏറ്റവും വലിയ ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ്. ഏറ്റവും വലിയ ഗൾഫ് ഏതാണ്? ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ്. ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ 1/3 നടക്കുന്നത് ചൈന കടലിലാണ്. ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ 1/3 നടക്കുന്നത് എവിടെയാണ്? ചൈന കടലിലാണ്. ഭൂതലത്തിൽ 71% സമുദ്രജലത്താൽ ആവൃതമാണ്. ഭൂതലത്തിന്റെ 71% സമുദ്രജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അല്ലെ? ഇപ്പൊ ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ 1/3 നടക്കുന്നത് ചൈന കടലിലാണ്. നമ്മുടെ ഭൂതലത്തിൽ 71% കടൽ ഭാഗമാണ്, അല്ലെങ്കിൽ സമുദ്രജലത്താൽ ആവരണം ചെയ്താണ് ഇരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണത്തെ പറയുന്ന പേരെന്താണ്? സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം എന്താണ്? സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം അത് നമ്മുടെ
ഫാത്തോമീറ്റർ ആണ്. ഏതാണ്? ഫാത്തോമീറ്റർ ആണ് സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം. ഓക്കെ, ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം ഏതാണ്? അത് എക്കോ സൗണ്ടർ ആണ്. ശബ്ദ തരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിന്റെ ആഴമളക്കുന്ന ഉപകരണം ഏതാണ്? എക്കോ സൗണ്ടർ ആണ്. ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ടെറിട്ടോറിയൽ വാട്ടർ. എന്താണ് ടെറിട്ടോറിയൽ വാട്ടർ? ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ വാട്ടർ. എന്താണ് ടെറിട്ടോറിയൽ വാട്ടർ? ഭൗമ ഉപരിതലത്തിന്റെ മിക്ക ഭാഗത്തെയും ആവരണം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതും പരസ്പരം ബന്ധിതവുമായ ഉപ്പ് വെള്ള പരപ്പാണ് ലോക സമുദ്രം. അപ്പൊ എന്താണ്? ഭൗമ ഉപരിതലത്തിന്റെ മിക്ക ഭാഗത്തെയും ആവരണം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതും പരസ്പരം ബന്ധിതവുമായിട്ടുള്ള ഉപ്പ് വെള്ള പരപ്പിനെ പറയുന്ന പേരാണ് ലോക സമുദ്രങ്ങൾ. ഓക്കെ, എല്ലാ സമുദ്രങ്ങളെയും ഒന്നിച്ച് ലോക സമുദ്രം എന്ന് പറയുന്നു. അപ്പൊ എല്ലാ സമുദ്രങ്ങളെയും ഒന്നിച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോക സമുദ്രം എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നിരീക്ഷിച്ചാൽ ഭൗമോപരിതലത്തിന്റെ ഭൂരിഭാഗവും നീല നിറമായിട്ടാണ് കാണുന്നത്. എന്തായിരിക്കും കാരണം? കടലല്ലേ 71%. അപ്പൊ അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും സമുദ്രങ്ങളാൽ ആവൃതമായതിനാൽ നമ്മൾ ഭൂമിയെ നീല നിറത്തിലാണ് കാണുന്നത്. സമുദ്രങ്ങളും കടലുകളും ചേർന്ന് ഭൂമിയുടെ ഗൃഹോപരിതലത്തിന്റെ 361 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ആവരണം ചെയ്യുന്നു. അവ സമുദ്രങ്ങളും കടലുകളും ചേർന്ന് ഭൂമിയുടെ ഗ്രഹോപരിതലത്തിന്റെ 361 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ആവരണം ചെയ്തിരിക്കുന്നു. ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും ആദ്യത്തെ 3 സമുദ്രങ്ങളുടെ ഭാഗമായി പരിഗണിക്കപ്പെടാറുണ്ട്. അപ്പൊ ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും ആദ്യത്തെ 3 സമുദ്രങ്ങളുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, കടലും കരയും കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? അത് തീരരേഖയാണ്. ഓക്കെ, കടലും കരയും കൂട്ടിമുട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ സമുദ്രവും കരയും കൂട്ടിമുട്ടുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? തീരരേഖ അല്ലെങ്കിൽ കോസ്റ്റ് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കടൽ തീരം എന്ന് പറയും, അല്ലെങ്കിൽ സീ ഷോർ എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ സീ ഷോർ, അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ലൈൻ. കോസ്റ്റ് ലൈൻ അല്ലെങ്കിൽ സീ ഷോർ എന്നതാണ് കടലും കരയും കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ നമ്മൾ പറയുന്ന പേര്. ഓക്കെ, വേലിയുടെ ചലനാത്മകത കാരണം തീരരേഖയെ കൃത്യമായി നിർണ്ണയിക്കാനാവില്ല. കരയും സമുദ്രവും തമ്മിൽ പ്രവർത്തിക്കുന്ന സ്ഥല സംബന്ധിതമായിട്ടുള്ള മേഖലയാണ് ഏതെന്ന് പറയുന്നത്? തീരമേഖല എന്ന് പറയുന്നത്. അപ്പൊ വേലിയുടെ ചലനാത്മകത കാരണം തീരരേഖയെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പം കടൽ കയറി വരും, ചിലപ്പോൾ ഇറങ്ങും അല്ലെ. അപ്പൊ ഏറ്റവും വലിയ ഇറക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ബോർഡർ ഇങ്ങനെ മാറി മാറി വരൂലേ. അപ്പൊ എന്താണ്? അങ്ങനെ വേലിയുടെ ചലനാത്മകത കാരണം തീരരേഖയെ നമുക്ക് കൃത്യമായി നിർണ്ണയിക്കാനാവില്ല. കരയും സമുദ്രവും തമ്മിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥല സംബന്ധിതമായിട്ടുള്ള മേഖലയെ പറയുന്ന പേര് തീരമേഖല എന്നതാണ്. ഓക്കെ, തീരമേഖലയിൽ നിന്നും കരഭാഗത്തേക്കുള്ള കടലിന്റെ ഏതൊരു ഭാഗവും അറിയപ്പെടുന്നത് എംബെയ്മെന്റ് എന്നതാണ്. തീരരേഖയിൽ നിന്നും കരഭാഗത്തേക്കുള്ള കടലിന്റെ ഏതൊരു ഭാഗവും അറിയപ്പെടുന്ന പേരെന്താണ്? എംബെയ്മെന്റ്. ഓക്കെ, എംബെയ്മെന്റ്. 2 മുനമ്പുകൾക്കിടയിലുള്ള എംബെയ്മെന്റിനെ പറയുന്ന പേരാണ് ഉൾക്കടൽ. 2 മുനമ്പുകൾക്കിടയിലുള്ള എംബെയ്മെന്റിനെ പറയുന്ന പേരാണ് ബേ അല്ലെങ്കിൽ ഉൾക്കടൽ എന്ന് പറയുന്നത്. കരഭാഗങ്ങളിലേക്ക് കയറി നിൽക്കുന്ന കടൽ ഭാഗമാണ് ഉൾക്കടൽ. എന്താണ് ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ? ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന കടൽ, അങ്ങനെ ഓർത്താൽ മതി. എന്താണ്? കരഭാഗങ്ങളിലേക്ക് കയറി നിൽക്കുന്ന കടൽ ഭാഗത്തെയാണ് നമ്മൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ ഉൾക്കടലുകൾ അറിയപ്പെടുന്നത് കോവ് എന്നതാണ്. എന്താണ്? താരതമ്യ ചെറിയ ഉൾക്കടലുകളെ പറയുന്ന പേര് കോവ് എന്നാണ്. COVE. ഓക്കെ, കോവ് എന്നതാണ്. ഉൾക്കടലുകളിലെ വെള്ളം ചുറ്റുമുള്ള കടലിനേക്കാൾ ശാന്തമായിരിക്കും. ഉൾക്കടലല്ലേ, അവിടെ എപ്പോഴും തിരയടിക്കത്തില്ല, ഉള്ളിലേക്ക് കയറി നിൽക്കുമല്ലോ. അപ്പൊ അവിടെ എന്താണ്? ശാന്തമായിരിക്കും. ഓക്കെ, അപ്പൊ ഉൾക്കടലിലെ വെള്ളം ചുറ്റുമുള്ള കടലിനേക്കാൾ ശാന്തമായിരിക്കും. അതിനാൽ ചെറിയ ജലയാനങ്ങൾക്ക് നങ്കൂരമിടാൻ ഉൾക്കടലിൽ സൗകര്യമാണ്. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓളവും തിരമാലയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ചെറിയ ജലയാനങ്ങൾക്കും നങ്കൂരമിടാനായിട്ട് എവിടെ സാധിക്കും? ഉൾക്കടലിൽ സാധിക്കും. ഇനി കരഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഉള്ളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗത്തെ പറയുന്ന പേരാണ് കടലിടുക്ക്. കരഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഉള്ളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കടലിടുക്ക്. അപ്പൊ എന്താണ്?
കരഭാഗങ്ങളിലേക്ക് കയറി നിൽക്കുന്ന കടൽ ഭാഗത്തെ പറയുന്ന പേര് ഉൾക്കടൽ. കരഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന, വ്യാപിച്ചു കിടക്കുന്നതാ കടൽ ഭാഗത്തെ പറയുന്ന പേരാണ് കടലിടുക്ക്. രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ളത് കടലിടുക്ക്. എന്നാൽ ഒരു സ്ഥലത്തിലേക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നത് ഉൾക്കടൽ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ ഗൾഫ് ഓഫ് മാന്നാർ, പേർഷ്യൻ ഗൾഫ്, ഇതൊക്കെ എന്താണ്? ഉൾക്കടലുകളാണ്. ഇനി നമ്മുടെ എൽനിനോ ലാൽനിനോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽനിനോയും ലാൽനിനോയും. എന്താണ്? പസഫിക് സമുദ്രത്തിലാണ് എൽനിനോ ആണെങ്കിലും ലാൽനിനോ ആണെങ്കിലും ഉണ്ടാവുന്നത്. ഓക്കെ, എൽനിനോ ആണെങ്കിലും ലാൽനിനോ ആണെങ്കിലും ഉണ്ടാവുന്ന എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. കാലാവസ്ഥാ മാറ്റങ്ങളാണ്. ഓക്കെ, പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽനിനോയും ലാൽനിനയും. ഓക്കെ, എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നും ലാൽനിന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചെറിയ പെൺകുട്ടി എന്നതുമാണ്. ഓക്കെ, ഉണ്ണിയേശു അല്ലെങ്കിൽ ഉണ്ണിയേശു എന്ന് പറഞ്ഞാൽ ഏതാണ്? എൽനിനോ ആണ്. ഓക്കെ, അപ്പം ചെറിയ പെൺകുട്ടി ഏതാണ്? ലാൽനിനയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാം. അടുത്ത പാർട്ടായിട്ട് ഇന്ന് തന്നെ അടുത്ത ക്ലാസ് വരും. അപ്പം നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ട് കണ്ടതിന് ശേഷം അടുത്തതിലേക്ക് വരിക. പിന്നീട് നിങ്ങൾ അഥവാ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനും കൂടെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഓരോ സെക്ഷൻ വെച്ച് പാർട്ടായിട്ടാണ്. പക്ഷേ ഇന്ന് തന്നെ എല്ലാ സെക്ഷൻസും ഞാൻ ഇടും. എല്ലാ സെക്ഷൻസും നിങ്ങൾ കണ്ടു തീർക്കുക. ഓക്കെ.